പ്രതീക്ഷിച്ച പോലെ തന്നെ കേരളമുൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് അവസാനിച്ചതിന് പിന്നാലെ LPG സിലിണ്ടര് വില കുത്തനെ കൂട്ടി എണ്ണ വിതരണ കമ്പനികൾ. വാണിജ്യ സിലിണ്ടറിന്റെ വില 993 രൂപയാണ് കൂട്ടിയത്. ഒറ്റയടിക്ക് ഇത്രയധികം വില കൂട്ടുന്നത് അപൂർവമാണ്. ഇതോടെ സിലിണ്ടർ വില 3000 കഴിഞ്ഞു. 3085 രൂപയാണ് കൊച്ചിയിലെ വാണിജ്യ സിലിണ്ടർ വില. തിരുവനന്തപുരത്ത് 3106 രൂപയായി. കോഴിക്കോട് 3118 രൂപയായി. ഹോട്ടലുകൾക്കും തട്ടുകടകൾക്കുമെല്ലാം ഗുരുതര ആഘാതമാണ് കനത്ത വിലക്കയറ്റം ഏൽപ്പിച്ചിരിക്കുന്നത്. സിലിണ്ടർ വില വർദ്ധിച്ചത് ഭക്ഷണവിഭവങ്ങളുടെ വില കൂട്ടാൻ ഹോട്ടലുകളെ നിർബന്ധിതരാക്കും. നേരത്തെ ഏപ്രിൽ 1-ന് വാണിജ്യ സിലിണ്ടറിന് 200 രൂപയോളം വില കൂട്ടിയിരുന്നു. ജനുവരി 1-ന് 111 രൂപയും മാർച്ച് 1-ന് 31 രൂപയും മാർച്ച് 7-ന് 115 രൂപയും കൂട്ടിയിരുന്നു. തെരഞ്ഞെടുപ്പില് വോട്ട് ചെയ്യാനായി പശ്ചിമബംഗാളസം, തമിഴ്നാട് തുടങ്ങി സ്വന്തം നാട്ടിലേക്ക് പോയ അതിഥി തൊഴിലാളികൾ മടങ്ങിയെത്താത്തതും കേരളത്തിലെ ഹോട്ടൽ മേഖലയെ സാരമായി ബാധിച്ചിട്ടുണ്ട്. LPG വിതരണത്തിലെ നിയന്ത്രണം മൂലം ഒട്ടേറെ ഹോട്ടലുകൾ അടച്ചിട്ടിരുന്നു. അതിനിടെയാണ് ഇടിത്തി പോലെ ഗ്യാസ് വിലക്കയറ്റം. ഗാർഹിക സിലിണ്ടർ വിലയിൽ ഇത്തവണ വർധനയില്ല. 5 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടപടികൾ പൂർത്തിയായതോടെ രാജ്യത്ത് ഇന്ധനവില വർദ്ധിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ ഒരുങ്ങുന്നുവെന്ന സൂചന നേരത്തെ തന്നെയുണ്ട്. മെയ് 1 മുതൽ പെട്രോൾ ഡീസൽ വിലയിൽ വർധനവുണ്ടാകുമെന്നാണ് സൂചനകൾ. തിരഞ്ഞെടുപ്പ് പരാജയം ഭയന്ന് കേന്ദ്ര സർക്കാർ തടഞ്ഞുവച്ചിരുന്ന വിലവർധനവാണ് ഇപ്പോൾ നടപ്പിലാക്കാൻ ഒരുങ്ങുന്നത്. എങ്കിലും ഒറ്റയടിക്ക് 1000ഓളം രൂപ കൂടിയത് ജനങ്ങൾക്ക് വൻ ഇരുട്ടടിയാണ്.